ആ സംഗമം നടത്തിയത് ഈ നാട്ടിലെ അയ്യപ്പന്മാരെ മർദ്ദിക്കുകയും അവരുടെ വിശ്വാസങ്ങൾ ധ്വംസിക്കുകയും ചെയ്തവരാണ്. ഇവിടെ ഇപ്പോൾ പന്തളത്ത് കൂടുന്നത് ശബരിമല ആചാരങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി രംഗത്തിറങ്ങുന്ന ആളുകളാണ്. അതായത് തല്ലുകൊണ്ടവരാണ്. അപ്പം തല്ലിയവരും തല്ലുകൊണ്ടവരും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ശബരിമല ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, സങ്കല്പങ്ങൾ, അവിടുത്തെ ഭരണ നടപടിക്രമങ്ങൾ, ഇതേക്കുറിച്ചെല്ലാം അവർക്ക് അഭിപ്രായങ്ങൾ പറയാനുണ്ട്. അവയെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ശബരിമലയുടെ സംരക്ഷണത്തിന് വേണ്ടി ഒരു വലിയൊരു ബഹുജന മുന്നേറ്റം സംഘടിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഇപ്പോൾ ദേവസ്വം ബോർഡും സർക്കാരിന്റെ പിന്തുണയോടുകൂടി പമ്പയിലൊരു സംഗമം നടത്തിയിരുന്നു. ആ സംഗമവും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അങ്ങ് എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? ആ സംഗമം നടത്തിയത് ഈ നാട്ടിലെ അയ്യപ്പന്മാരെ മർദ്ദിക്കുകയും അവരുടെ വിശ്വാസങ്ങൾ ധ്വംസിക്കുകയും ചെയ്തവരാണ്. ഇവിടെ ഇപ്പോൾ പന്തളത്ത് കൂടുന്നത് ശബരിമല ആചാരങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി രംഗത്തിറങ്ങുന്ന ആളുകളാണ്. അതായത് തല്ലുകൊണ്ടവരാണ്. അപ്പം തല്ലിയവരും തല്ലുകൊണ്ടവരും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ആചാരങ്ങളാണ് വളരെ പ്രധാനം. ഇവിടെ ആചാര സംരക്ഷണമാണ് ചർച്ചാ വിഷയം, മറ്റിടത്ത് വികസനമാണ്. ശബരിമല വികസനം എന്ന് പറയുന്നത് ഭൗതികമായിട്ടൊരു കാര്യമാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അത് ചെയ്തു കൊടുക്കണം. പക്ഷെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടായിരിക്കണം. ആചാരവിശ്വാസ സങ്കല്പങ്ങൾ എല്ലാം സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു വികസന പ്രക്രിയയ്ക്ക് മാത്രമേ ശാശ്വതമായിട്ട് നിലനിൽക്കാൻ പറ്റുകയുള്ളൂ. അയ്യപ്പന്മാർ ആഗ്രഹിക്കുന്ന അതാണ്. ഇപ്പോൾ പമ്പയിൽ നടന്ന സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം സംബന്ധിച്ചുള്ള ചില പ്രചരണങ്ങളൊക്കെ നടന്നിരുന്നു. ഇവിടെ എങ്ങനെയാണ്, എത്ര ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നത്? ഇവിടെ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള അയ്യപ്പ പ്രസ്ഥാനങ്ങളുണ്ട്, വിധങ്ങളുടെ ഭക്തജന സംഘടനകളുണ്ട്, സാമുദായിക സംഘടനകളുണ്ട്, ആധ്യാത്മിക ധാർമ്മിക സംഘടനകളുണ്ട്. അവരുടെ എല്ലാം പ്രതിനിധികളാണ്. ഏതാണ്ട് ഒരു 1500-2000 പ്രതിനിധികൾ പങ്കെടുക്കും. വൈകിട്ടത്തെ സമ്മേളനത്തിലും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കും. ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് നടക്കുന്ന ശബരിമല സംരക്ഷണ സംഗമത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുമെന്നാണ് മുതിർന്ന BJP നേതാവ് കുമ്മനം രാജശേഖരൻ വ്യക്തമാക്കിയിട്ടുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.